ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമുക്ക് ഓണത്തിന് പറ്റുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് നോക്കാം കേട്ടോ. അപ്പം ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈലാണ് മുല്ലപ്പൂവൊന്നും വയ്ക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. അപ്പോൾ മുല്ലപ്പൂവൊന്നും വയ്ക്കാതെ നമുക്ക് സൂപ്പറായിട്ട് ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്ത് പോകാമല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് വകുപ്പാണ് എടുക്കുന്നത്? നേര് വകുപ്പാണെങ്കിൽ നേര് വകുപ്പ് എടുത്തോളൂ. പിന്നെ സൈഡ് വകുപ്പാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ സൈഡ് വകുപ്പ് എടുത്ത ശേഷം നിങ്ങൾ സൈഡിൽ കുറച്ച് മുടി എടുക്കുക. വീഡിയോയിൽ കാണുന്നില്ല, അതുപോലെ ചുരുട്ടിയിട്ട് ബാക്കിൽ സ്ലൈഡ് വയ്ക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അതായത് 4 പ്രാവശ്യം മുടി സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചുരുട്ടി ബാക്കിലോട്ട് സ്ലൈഡ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹസ്ബൻഡ് ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിൾ ഹെയർ സ്റ്റൈലാണേ. അപ്പോൾ ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇത് സൂപ്പർ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈലാണ് നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുക്കുക. എന്നിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഒരു ബണ്ണിട്ട് കൊടുക്കുക. ബണ്ണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കോ ബാർ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ചെറിയൊരു ബാർ പോലെ സംഭവം അതുണ്ട്. ആ സാധനം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുടി ഇതേപോലെ അകത്തോട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ അടുത്ത സൈഡിൽ നമ്മൾ സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്ത ശേഷം ഇതേപോലെ ബണ്ണിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ സെയിം തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 പ്രാവശ്യം ഇതേപോലെ ബണ്ണിട്ടിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 3 കൂടെ കൂട്ടി പിടിച്ചിട്ട് ഒരു ബണ്ണിട്ട് കൊടുക്കുക. ഒന്ന് നമ്മൾ ഇപ്പോൾ വീഡിയോ കാണില്ലേ അതുപോലത്തെ ഡിസ്കോ ബാർട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലിപ്പ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇപ്പോൾ ക്ലിപ്പാണ് വെച്ച് കൊടുക്കുന്നത്. ക്ലിപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പം നല്ല സെറ്റായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മെസ്സി ആയിട്ട് കിടക്കണ ഹെയറാണ്, മെസ്സി ആയിട്ടാണ് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടമെങ്കിൽ ആ ട്വിസ്റ്റ് ചെയ്തെടുത്തില്ലേ അവിടെ നിങ്ങൾ കൈ കൊണ്ട് തന്നെ കുറച്ചിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. വലിച്ചിട്ട് വെച്ച് കൊടുത്തത് അപ്പം നമുക്ക് കുറച്ച് മെസ്സി ആയിട്ട് കിട്ടിക്കോളും. എന്നിട്ട് നമ്മൾ ഇതേപോലെ മുല്ലപ്പൂ വെച്ച് കൊടുക്കാം കേട്ടോ. മുല്ലപ്പൂ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇപ്പം എൻ്റെ പ്ലാസ്റ്റിക് പൂ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ഹെയർ സ്റ്റൈലാണിത്. അപ്പം എനിക്ക് നല്ലപോലെ ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഹെയർ സ്റ്റൈലിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ സിമ്പിൾ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് 2 സൈഡിൽ നിന്നും മുടി എടുത്ത ശേഷം ഇതേപോലെ ക്ലിപ്പ് ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ വെച്ചോടുന്ന ക്ലിപ്പ് കുറേ കഴിയുമ്പോൾ ഒരു താഴെ വരും. കേസ് എന്താ പറയുക, ബണ്ട് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പം നല്ല ഓർത്തിരുന്നോളൂ അവിടെ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ബാക്കിൽ നിന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ബാക്കിൽ നിന്ന് ഇതേപോലെ കുറച്ച് മുടി എടുത്തിട്ട് ഇതേപോലെ ചുരുട്ട് കേട്ടോ. ചുരുട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചുരുട്ടി കഴിഞ്ഞിട്ട് ബാക്കിൽ സ്ലൈഡ് വെച്ച് കൊടുക്കുക. ഇത് ഓക്കെ. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ സെയിം പ്രോസസ് തന്നെ ചെയ്യാട്ടോ. അപ്പുറത്തും ഇതേപോലെ മുടി എടുത്തിട്ട് ഇതേപോലെ ചുരുട്ടി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇതുപോലെ വേറെയും കുറേ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കാം കേട്ടോ. കുറേ ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ആ ക്ലിപ്പ് അങ്ങ് ഊരി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ മുടി എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് അതുപോലെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചുരുട്ടൊന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ചുരുട്ടിയില്ലേ അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുരുട്ടാം. മുടി ഇതേപോലെ ട്വിസ്റ്റഡ് ഹെയർ സ്റ്റൈൽ എന്നാണ് പറയുന്നത് ഇതിന്. അപ്പം ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ 2 സൈഡിലും ഇതേ സെയിം ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ കുറേ സ്പ്രിങ് ഒക്കെ വലിച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നമ്മൾ നല്ല സ്ട്രൈറ്റ് ആയിട്ടൊന്നും കിടക്കണില്ലെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ സ്പ്രിങ് ഇടുമല്ലോ. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കില്ല, ചുരുണ്ട് ഒരുമാതിരി കിടക്കും, ഇങ്ങനെ എലിവാരി പോലെ കിടക്കും. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അലോവേറ ജെൽ എടുക്കുക. എന്നിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നിങ്ങളുടെ മുടി നല്ലപോലെ സ്ട്രൈറ്റ് ആയിക്കോളും, നല്ല വടി പോലെ കിടന്നോളും, നല്ല സൂപ്പറായിട്ട്. ഓക്കെ. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എത്ര പേര് ട്രൈ ചെയ്ത് കുറേ പേർക്ക് അറിയായിരിക്കും എന്തായാലും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം. ഹെയർ സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ നമ്മൾ വെക്കാൻ പോകാനായിട്ട് തലയിൽ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ലതായിട്ട് വരുന്നത് നമ്മൾ ബാക്കിലോട്ട് മുല്ലപ്പൂ വെക്കുന്നത് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാനില്ലേ, എനിക്ക് പറയാറുണ്ട് ഗൈസ് ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തോട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കൂടുതൽ നല്ലതല്ല, അത് ബാക്കിലോട്ട് ഇങ്ങനെ വെച്ചാലും കൊള്ളൂലായിരിക്കും. അപ്പം ഇതേപോലെ വെച്ച് നോക്കാം കേട്ടോ. ഇതാണ് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ ലുക്ക്, ഓണം ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം നല്ല പട്ടുപാടൊക്കെ സൂപ്പറായിരിക്കും ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റത്തെ ഹെയർ സ്റ്റൈലിൽ പോവാം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഹെയർ സ്റ്റൈലല്ല, നമുക്ക് ഹെയർ ക്ലിപ്പും ഹെയർ ബണ്ണും ഒന്നുമില്ല, നമുക്ക് എങ്ങനെ മുല്ലപ്പൂ വെച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഏത് വകുപ്പാണോ എടുക്കുന്നത്, അപ്പോൾ നമ്മൾ ചിലർ നേരെ വകുപ്പായിരിക്കും, എങ്കിൽ കുഴപ്പമില്ല. ചിലവരെടുക്കുന്നത് സൈഡ് വകുപ്പായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഏത് വകുപ്പാണോ എടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വകുപ്പ് എടുക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ഞാൻ കാണിച്ച പോലെ ഓപ്പോസിറ്റ് വകുപ്പ് എടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പഫായിട്ട് കിട്ടും ഹെയർ. ഓക്കെ. അപ്പോൾ എൻ്റെ മുടി കണ്ടില്ലേ പഫായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ സൈഡ് വകുപ്പ് എടുത്തപ്പോഴത്തേക്കും.
അപ്പോൾ അതുപോലെ പഫായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ബാക്കിലോട്ട് മുല്ലപ്പൂ വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ വീട്ടിൽ കാണുമ്പോൾ വെച്ച് കൊടുക്കട്ടെ, എനിക്കിങ്ങനെ പറയാൻ അറിയില്ല ഇതെങ്ങനെയാണെന്ന്. ഓക്കെ, ഇതുപോലെ വെച്ച് കൊടുക്കാം. എനിക്ക് കുറേ സ്പ്രിങ്ങൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ സ്പ്രിങ്ങൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹെയർ സ്റ്റൈൽ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് എങ്ങനെ മുടി സ്റ്റൈൽ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓണത്തിന് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.